യഥാർത്ഥത്തിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് ഫിക്ഷൻ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കിയ സിനിമയാണ് രേഖാചിത്രം. 85-ൽ ഭരതൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ കാതോട് കാതോരം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സിനിമയിലെ പ്രധാന കഥ നടക്കുന്നത്. സിനിമയിൽ കാണിച്ച യഥാർത്ഥ സംഭവങ്ങൾ ഏതൊക്കെയാണ്, സിനിമയിൽ കാണിച്ച യഥാർത്ഥ സിനിമകൾ ഏതൊക്കെയാണ്, യഥാർത്ഥ ആളുകൾ ആരൊക്കെയാണ് എന്നിവയെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ ആസിഫ് അലി ചെയ്ത CI വിവേക് എന്ന കഥാപാത്രം സസ്പെൻഷനിലായിട്ടാണ് കാണിക്കുന്നത്. പോലീസുകാരൻ ഡ്യൂട്ടി സമയത്ത് ഓൺലൈൻ ഗെയിം കളിച്ച് പണം ഉണ്ടാക്കിയതാണ് സസ്പെൻഷൻ കാരണം. അതൊരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇൻസ്പയർ ചെയ്തുണ്ടാക്കിയതാണെന്ന് ജോഫിൻ ടി ചാക്കോ പറഞ്ഞിരുന്നു. ഡ്രീം ഗെയിം കളിച്ച് കോടീശ്വരനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ പ്രതിച്ഛായ നശിപ്പിക്കൽ കുറ്റങ്ങൾ ചുമത്തിയാണ് പൂനെ പോലീസ് സബ് ഇൻസ്പെക്ടറായ സോംനാഥ് ഷിൻഡെയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് സിനിമയിൽ അത് ചേർത്തത്. നിങ്ങൾക്ക് ഈ വാർത്തയായിട്ട് മതിയായി. കാതോട് കാതോരം സിനിമയിലെ പല രംഗങ്ങളും സിനിമയിൽ പലയിടത്തായി കാണിക്കുന്നുണ്ട്. അനശ്വര ചെയ്ത രേഖ എന്ന കഥാപാത്രത്തെ ആദ്യമായി കാണിക്കുന്നത് കാതോട് കാതോരം സിനിമയിലെ ഒരു യഥാർത്ഥ രംഗത്തിലാണ്. കാതോട് കാതോരം സിനിമയിലെ ഒരു യഥാർത്ഥ രംഗത്തിലേക്ക് VFXലൂടെ അനശ്വര രാജനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതായിരുന്നു ആ ഒരു യഥാർത്ഥ രംഗം. ഈ ഒരു പാട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഈ ഒരു കുട്ടിക്ക് പകരമാണ് അനശ്വരയെ അവിടെ VFXലൂടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ VFXലൂടെ യഥാർത്ഥ വീഡിയോയിൽ മാറ്റം വരുത്തി മറ്റൊരാളെ കൂടി കാണിച്ചിട്ടുണ്ട്. കാതോട് കാതോരം പോലെ ഒരുപാട് നല്ല സിനിമകൾ എഴുതിയ എഴുത്തുകാരൻ ശ്രീ ജോൺ പോളിനെയാണ് അങ്ങനെ കാണിച്ചത്. എന്തെങ്കിലും വിവരം തരാൻ പറ്റിയ ഒരാള് ജോൺ പോൾ സാറായിരുന്നു. സാറാണെങ്കിൽ മരിച്ചും പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ട് സഫാരി ടിവിക്ക് നൽകിയ ചരിത്രമെന്നിലൂടെ എപ്പിസോഡുകളിൽ ഒന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. കാതിന്റെ അടുത്ത് വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോട് കാതോരം. ഈ ഒരു യഥാർത്ഥ എപ്പിസോഡാണ് സിനിമയിൽ ആദ്യം കാണിക്കുന്നത്. അതിനുശേഷമാണ് യാത്രാ സിനിമയെ കുറിച്ച് പറയുന്ന ഒരു എപ്പിസോഡ് കാണിക്കുന്നത്. മറുപടി ഒന്നും കാതോട് കാതോരം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മിനുക്കുപണികളിൽ ഞാനിങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് കൊലുസിട്ടൊരു കന്യാസ്ത്രീ പെണ്ണ്. ഈ ഒരു എപ്പിസോഡ് സഫാരി ടിവിയിൽ വന്നതല്ല. സഫാരി ടിവിയിൽ വന്ന ഒരു യഥാർത്ഥ എപ്പിസോഡിലേക്ക് AI ഉപയോഗിച്ചുകൊണ്ട് ലിപ് മൂവ്മെന്റ് മാറ്റുകയും ജോൺ പോൾ സാറിന്റെ ശബ്ദം ഒരു മിമിക്രി കലാകാരനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുകയുമാണ് ചെയ്തത്. സാറാണോ ഞങ്ങൾ മമ്മൂട്ടി കൊണ്ട് മൊട്ടയടിപ്പിച്ചത്? മോശമായി പോയി സാറേ. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ രേഖ വന്ന് ചോദിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫിക്ഷൻ മാത്രമാണ്. എന്നാൽ ആ സംഭവം യഥാർത്ഥത്തിലുള്ളതാണ്. ജോൺ പോൾ സാർ ഒരു സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിയെ കൊണ്ട് മൊട്ടയടിപ്പിച്ചു. യാത്രാ സിനിമയിലെ ഈ ഒരു രംഗത്തിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ ജോൺ പോൾ സാർ സഫാരി ടിവിയിലെ ആ എപ്പിസോഡിൽ തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ തലമുടി നിഷ്ഠൂരമായി വെട്ടി ഒരു ജയിൽ പുള്ളിയുടെ മുട്ട ക്രോപ്പ് അടിക്കുന്നതിന് വേണ്ടി മമ്മൂട്ടി സമ്മതിച്ചു എന്നത് അയാളുടെ അഭിനേതാവിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ അതിവിശാലമായ ആ കലാഹൃദയത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തൊരു കാര്യമാണ് സിനിമയിലെ AI മമ്മൂട്ടി. ബ്രഹ്മാണ്ഡ സംവിധായകർക്ക് പോലും AI പാളുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ സിനിമയിൽ AI വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അക്കാലത്തെ ശരീരഘടനയുള്ള ടിങ്കിൾ സൂര്യ എന്ന വ്യക്തിയാണ് മമ്മൂട്ടിക്ക് ഡ്യൂപ്പായി ഈ സിനിമയിൽ ഉപയോഗിച്ചത്. മമ്മൂട്ടിക്ക് പകരം ഇദ്ദേഹത്തെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുകയും മമ്മൂട്ടിയുടെ അക്കാലത്തെ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് AI ക്രിയേറ്റ് ചെയ്ത മുഖം അതിൽ പേസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു രംഗമായിരുന്നു കാതോട് കാതോരത്തിലെ ദേവദൂതർ പാടി എന്ന ഗാനം. ഇതായിരുന്നു യഥാർത്ഥ സിനിമയിലെ ആ ഒരു പോർഷൻ. വളരെ പെർഫെക്റ്റായി ആ സിനിമയിലേതുപോലെ തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയെ മാത്രമാണ് AI ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. ആ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റു അഭിനേതാക്കളായ ലിസി, സരിത പോലെയുള്ളവരെല്ലാം തന്നെ അവരുടെ അതേപോലെ തോന്നിപ്പിക്കുന്ന രൂപമുള്ളവരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സംവിധായകനായ ഭരതനെയും നെടുമുടി വേണുവിനെയും എല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ രേഖ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി ഓടുമ്പോൾ ഡ്രസ്സൊരിടത്ത് കൊളുത്തി കീറിപ്പോകുന്ന ഒരു രംഗമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചൊരു പ്രോപ്പർട്ടിയിലാണ് ഡ്രസ് കൊളുത്തുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിരുന്നു ആ ഒരു പ്രോപ്പർട്ടി. കാതോട് കാതോരം സിനിമയിൽ നീ എൻ സർഗ സൗന്ദര്യമേ എന്ന ഗാനരംഗത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു കാറ്റാടി യന്ത്രമാണ് അവിടെ കാണിക്കുന്നത്.
ഇതിൽ കൊളുത്തിയാണ് രേഖയുടെ ഡ്രസ്സ് കീറുന്നതായി സിനിമയിൽ കാണിക്കുന്നതും. കേരളത്തിൽ ഉയർന്നു വന്ന ഒരു അഴിമതി ആരോപണം സിനിമയിൽ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. സേവനം നൽകാത്ത കരാറുകൾ, അതും മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് ബന്ധമുള്ള കമ്പനികൾ. മാസപ്പടി വിവാദം എന്ന പേരിൽ അറിയപ്പെട്ട ഒരു അഴിമതി ആരോപണമായിരുന്നു അത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടിയായി സ്വകാര്യ കമ്പനി നൽകിയത് 1,72,00,000 രൂപ. CMRL എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി നടത്തിയ ഒരു ആനുവൽ മെയിൻ്റനൻസ് കരാറിൽ പണം വാങ്ങിയെങ്കിലും മെയിൻ്റനൻസ് ഒന്നും തന്നെ നടത്തിയില്ല എന്നതായിരുന്നു ആ വിവാദം. ആ ഒരു സംഭവത്തെയാണ് സിനിമയിൽ സൂചിപ്പിക്കുന്നത്. മൂന്ന് വർഷത്തെ കരാറായിരുന്നു എന്ന് സിനിമയിലും കാണിക്കുന്നുണ്ട്. മകൾ എന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൻ എന്നാണ് സിനിമയിൽ പറയുന്നത്. ഇതേ ആരോപണം തന്നെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നേതാക്കൾക്കെതിരെ വന്നപ്പോൾ തെളിവില്ലാത്തതിനാൽ കോടതി തള്ളുകയും ചെയ്തു. വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കോൾനാടന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. പക്ഷേ സിനിമയിൽ ആദ്യം തന്നെ വ്യക്തമായ തെളിവുകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. രേഖാചിത്രം സിനിമയിൽ കഥയുമായി ഡയറക്റ്റ് ബന്ധമുള്ള മറ്റൊരു സിനിമയാണ് 1985 മുത്താനംകുന്ന് പി. ജഗദീഷ് കഥയും ശ്രീനിവാസൻ തിരക്കഥയും എഴുതിയ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തത്. രേഖയിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് മുത്താനംകുന്ന് പിയോയിൽ ഒരു കഥാപാത്രം ഉണ്ടാക്കിയതെന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. അതൊരു ഫിക്ഷൻ മാത്രമാണ്. ശരിക്കും മുത്താരംകുന്ന് പിയോയിലെ അമ്മിണിക്കുട്ടി എന്ന കഥാപാത്രത്തെ ഉണ്ടാക്കിയത് മമ്മൂട്ടിക്ക് യഥാർത്ഥത്തിൽ വന്ന കത്തുകളിൽ നിന്ന് തന്നെയാണ്. മമ്മൂട്ടി ചേട്ടൻ എന്ന് അഭിസംബോധന ചെയ്ത് കത്തുകൾ എഴുതിയിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മമ്മൂട്ടിക്ക് മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള കത്തുകൾ വന്നിരുന്നെന്നും ശ്രീനിവാസൻ അത് കണ്ടിരുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. അതാണ് പിന്നീട് മുത്താരംകുന്ന് പിയോ സിനിമയിൽ ഉപയോഗിച്ചത്. അതിനെയാണ് രേഖാചിത്രം സിനിമയിൽ ഫിക്ഷനായ മറ്റൊരു രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ജഗദീഷിന്റെ പഴയകാലം അഭിനയിച്ചിരിക്കുന്നത് മറ്റൊരു നടനാണ്. എയോ മറ്റും ഉപയോഗിച്ചുകൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രേഖയ്ക്ക് സിനിമയിൽ സംവിധായകൻ കമലിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്. സിദ്ദിഖിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ൻ സിദ്ദിഖുമാണ്. TG രവിയുടെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ശ്രീജിത്ത് രവിയാണ്. പണ്ട് സിനിമയിൽ ഉണ്ടാവുകയും പിന്നീട് ഇപ്പോൾ യൂട്യൂബിൽ സിനിമയിലെ ഗോസിപ്പുകൾ പറയുന്ന പലരുമായി ഈ ഒരു കഥാപാത്രത്തിന് സാമ്യമുണ്ട്. കുഞ്ചാക്കോ ബോബന്റെ നാത്താൻ കേസുകൂട് എന്ന സിനിമയുടെ റെഫറൻസും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. 81 IV ശശി സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ തൃഷ്ണ എന്ന സിനിമയെക്കുറിച്ചും ഈ സിനിമയിൽ പറയുന്നുണ്ട്. വാടകയ്ക്കെടുത്തു തന്നത് അന്ന് കൂടെ കിട്ടിയ കാസറ്റ് ആയിരുന്നു തൃഷ്ണ. സിനിമ കഴിഞ്ഞ ശേഷം കാതോട് കാതോരം സെറ്റിലെ പല ഫോട്ടോസും കാണിക്കുന്നുമുണ്ട്. മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ചിത്രമാണിത്. യഥാർത്ഥ സംഭവങ്ങളെയും യഥാർത്ഥ സിനിമകളെയും എല്ലാം തന്നെ വളരെ രസകരമായ രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സിനിമാ സ്നേഹിക്ക് തന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായി രേഖാചിത്രം എന്ന സിനിമയുണ്ടാകും. ഈ ഒരു സിനിമയിൽ കാണിച്ച മറ്റു യഥാർത്ഥ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റു സിനിമാ റെഫറൻസുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.